നമസ്കാരം. മറ്റു രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കം സംബന്ധിച്ച വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ പുതിയ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പകരച്ചുങ്കത്തിൽ നിന്ന് സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവയെ ഒഴിവാക്കുന്നതായാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്കും ഈ ഉത്തരവ് ബാധകമാണ്. നിലവിൽ അമേരിക്കയും ചൈനയും തമ്മിലാണ് പകരച്ചുങ്കം സംബന്ധിച്ച പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നത്. അതിനിടയിലാണ് ചൈനയിൽ നിന്നുള്ള സ്മാർട്ട് ഫോണുകളെയും കമ്പ്യൂട്ടറുകളെയും പകരച്ചുങ്കത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച 125% ഇറക്കുമതി തീരുവയിൽ നിന്നടക്കം ഈ ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കിയാണ് ഉത്തരവ്. ഗാഡ്ജറ്റുകളിൽ ഭൂരിഭാഗവും ചൈനയിൽ നിർമ്മിക്കുന്നതിനാൽ വിലക്കുതിപ്പ് ഉയരുമെന്ന ആശങ്കയ്ക്കിടെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കമെന്ന് സൂചനയുണ്ട്. ഉൽപാദനം അമേരിക്കയിൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കണമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. വൻകിട ടെക് കമ്പനികളായ ആപ്പിൾ, സാംസങ്, ചിപ്പ് നിർമ്മാതാക്കളായ എൻവിഡിയ എന്നിവർക്ക് നീക്കം ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തോടെ വൻ നഷ്ടമാണ് ഓഹരി വിപണിയിൽ ഈ കമ്പനികൾ നേരിട്ടതും. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡ്രൈവുകൾ, ചില ചിപ്പുകൾ എന്നിവ ഇളവുകൾക്ക് യോഗ്യമാണെന്ന് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വ്യക്തമാക്കി. സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചില മെഷീനുകളെയും പകരച്ചുങ്കത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അമേരിക്ക പ്രഖ്യാപിച്ച ഉയർന്ന തീരുവയ്ക്ക് പിന്നാലെ ആപ്പിൾ ഇന്ത്യയിലെ ഉൽപ്പാദനവും വർദ്ധിപ്പിച്ചിരുന്നു. അതിനിടെയാണ് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും അടക്കമുള്ളവയെ ഉയർന്ന തീരുവയിൽ നിന്ന് ട്രംപ് ഭരണകൂടം ഒഴിവാക്കിയിരിക്കുന്നത്.